അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ സത്യസന്ധനും വിശ്വസ്തനുമായിട്ടാണ് അക്കാലഘട്ടത്തിൽ ജീവിച്ചത്. സത്യസന്ധതക്കും വിശ്വസ്തതക്കും സൽഗുണങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ലാത്ത കാലത്ത് അവിടുത്തെ കുട്ടിക്കാലവും കൗമാരവും യൗവനവും ഒക്കെ കടന്നുപോയത് ഇത്തരത്തിലുള്ള നന്മകളിലൂടെ മാത്രമാണ്. ജാഹിലിയത്തിൻ്റെ എല്ലാ ന്യൂനതകളിൽ നിന്നും സൃഷ്ടാവായ അല്ലാഹു തആല അവൻ്റെ തിരുദൂതനെ പൂർണ്ണമായും കാത്തു സംരക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ശ്രേഷ്ഠമായ വളരെ മാന്യതയുള്ള വ്യക്തിത്വമായി അവിടുന്ന് അറിയപ്പെട്ടു. ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങൾക്കുടമയായിരുന്നു അവർ. എല്ലാവരോടുമുള്ള പെരുമാറ്റ സമീപനങ്ങളിൽ ആദരണീയത കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സഹവസിക്കാനും കൂടെ കൂട്ടാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഉത്തമരായ ഒരാളും തന്നെ ഉണ്ടായിരുന്നില്ല. നിസ്സാര കാര്യങ്ങൾക്ക് അടിപിടിയും സംഘട്ടനങ്ങളും നടത്തിയിരുന്ന സമൂഹത്തിനിടയിൽ ഏറ്റവും ഉദാത്തമായ സഹനശീലമാണ് അവിടുത്തെ ജീവിതത്തിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുത്തത്. അക്കാലത്തെ എല്ലാ അശ്ലീലങ്ങളിൽ നിന്നും അനാവശ്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നിരുന്നു. അനാവശ്യ തർക്കങ്ങളിലൊന്നും ഏർപ്പെടാറുണ്ടായിരുന്നില്ല. വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ കളവും ചതിയും ധാരാളമായി നടന്നിരുന്ന സമൂഹത്തിൽ തമാശക്ക് പോലും ഒരു കളവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല. അഥവാ അല്ലാഹു തആല സൃഷ്ടിച്ച എല്ലാ സൽഗുണങ്ങളും ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സമന്വയിച്ചിരുന്നു എന്നർത്ഥം. പരസ്പര വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു കാലത്ത് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുന്ന സൽസ്വഭാവങ്ങൾക്കുടമയായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറേബ്യൻ ജനത ഒന്നടങ്കം വിളിച്ചിരുന്നത് അൽ അമീൻ, വിശ്വസ്തൻ എന്നാണ്. അൽ അമീൻ എന്ന നാമമുണ്ടാകുന്നത് വിശ്വസ്തത എന്നർത്ഥമുള്ള അമാനത്ത് എന്ന പദത്തിൽ നിന്നാണ്. അൽ അമീൻ എന്ന പേര് സിദ്ധിച്ചത് ആമിന എന്ന സ്ത്രീയുടെ പുത്രനായതുകൊണ്ടാണ് എന്ന് എഴുതിവിട്ട ചില ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർ സാമാന്യ ഭാഷാ പരിജ്ഞാനം പോലും ഇല്ലാത്തവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നുബുവത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖ്യ ശത്രുക്കളായി മാറിയവർ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കുട്ടിക്കാലത്തും കൗമാരത്തിലും യൗവനത്തിലും തമാശക്ക് പോലും ഒരു കളവും പറഞ്ഞിട്ടില്ല എന്ന് പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നുബുവത്തിന് ശേഷം പ്രബോധന ദൗത്യം ഏറ്റെടുത്ത് മക്കക്കാരെ മുഴുവൻ മുന്നിൽ ഒരുമിച്ചു കൂട്ടി അവരോട് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഈ മലയുടെ പിൻഭാഗത്തുകൂടി ഒരു കുതിര സംഘം, കുതിരപ്പടയാളികൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന വിവരം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? ആ ചോദ്യത്തിന് മറുപടിയായി എല്ലാവരും ഏകകണ്ഠേന പറഞ്ഞത്, തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും. ഒരിക്കൽ പോലും കളവ് പറഞ്ഞതായി താങ്കളിൽ നിന്ന് ഞങ്ങൾക്കൊരു അനുഭവവുമില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും സമൂഹത്തിനിടയിൽ തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്ന അംഗീകാരവും വിശ്വാസ്യതയും എത്ര വലുതായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ മക്കക്കാരുടെ പല പ്രശ്നങ്ങളിലും വിധികർത്താവായും മധ്യസ്ഥനായുമൊക്കെ യൗവനകാലത്തു തന്നെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കക്കാർ തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നു. മക്കക്കാർ ഒട്ടകങ്ങളെ അറുക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കാറുണ്ടായിരുന്നു. അവിടുത്തെ അനുഗ്രഹം ആഗ്രഹിക്കുന്ന അവർക്ക് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. നന്മയുടെ സമ്പൂർണ്ണ വാഹകനാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതോടൊപ്പം തന്നെ തിന്മയെ വല്ലാതെ വെറുത്തിരുന്നു. പല സമയങ്ങളിലും ആ വെറുപ്പുകളൊക്കെ പ്രകടിപ്പിക്കാറുമുണ്ടായിരുന്നു. സമൂഹത്തിൽ വ്യാപകമായിരുന്ന എല്ലാ നീചത്വങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും ചെറുപ്പകാലം മുതൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ വെറുപ്പായിരുന്നു. ഖുറൈശികൾ വലിയ അഭിമാനികളായിരുന്നു. ജാഹിലിയ കാലത്ത് ഹജ്ജ് വേളയിൽ എല്ലാ ആളുകളും അറഫയിൽ സംഗമിക്കുന്ന സമയത്ത് ഞങ്ങൾ വിശുദ്ധ കഅബാലയ നടത്തിപ്പുകാരും തന്ത്രികളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഖുറൈശികൾ മുസ്ദലിഫയിലായിരുന്നു സമ്മേളിച്ചിരുന്നത്. മാനവിക സമത്വത്തിനെതിരായ ഈ വിവേചനം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വെറുത്തിരുന്നു. തൻ്റെ കുടുംബക്കാരായ ഖുറൈശികൾ മുസ്ദലിഫയിൽ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ജനങ്ങളോടുമൊപ്പം അറഫയിലായിരുന്നു സംഗമിച്ചിരുന്നത്. എല്ലാ തീർത്ഥാടകരും അറഫയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവരുടെ കൂടെ മാത്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ യൗവനകാലത്തും പുറപ്പെട്ടിരുന്നത്. ഇത്തരത്തിലുള്ള വർഗ ഗോത്ര വർണ്ണ വിവേചനങ്ങൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്ന ജാഹിലിയ്യ കാലത്ത് സ്വന്തം ജീവിതം കൊണ്ട് അത്തരം വിവേചനങ്ങൾക്കെതിരെ പ്രവർത്തിച്ച് സമൂഹത്തിന് ഉന്നതവും ഉത്കൃഷ്ടവുമായ സന്ദേശങ്ങൾ കൈമാറാൻ അവിടുത്തെ നുബുവത്തിന് മുമ്പുള്ള കാലത്തു തന്നെ സാധിച്ചിരുന്നു. അല്ലാഹു തആല അവൻ്റെ തിരുദൂതരെ കൊണ്ട് അത്തരത്തിലുള്ള സൽഗുണങ്ങൾ മാത്രം ചെയ്യിക്കുകയും തിന്മകളിൽ നിന്ന് വലിയ സുരക്ഷിതത്വം നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മക്കക്കാർ പ്രായഭേദമന്യേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അൽ അമീൻ എന്ന സ്ഥാനപ്പേര് നൽകി ആദരിക്കുകയും അങ്ങനെ തന്നെ വിളിച്ചു പോരുകയും ചെയ്തിരുന്നത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.